സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും വികസനത്തിന്റെ കാര്യത്തിൽ ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സഹായിക്കുവാനും ഇടപെടുവാനും തയ്യാറാണ് എന്നുള്ളതാണ് തിരുവനന്തപുരത്തോടുള്ള സന്തോഷം. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചേംബറിൽ അദ്ദേഹവുമായിട്ട് ഒരു 10-15 മിനിറ്റ് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സംസാരിച്ച കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന് സഹായിക്കാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളിലും വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എടുത്തിട്ടുള്ളത്. ഇതൊരു 10 മിനിറ്റ് മുമ്പ് ഞങ്ങൾ തമ്മിൽ അദ്ദേഹത്തിന്റെ ചേംബർ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതേ ആത്മവിശ്വാസവുമായിട്ട് ഞാൻ വന്നോട് തന്നെ MR ചോദിച്ചു, CM എന്താ പറഞ്ഞതെന്ന്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സഹായിക്കാൻ തയ്യാറാണ്, ഏത് തരത്തിലായാലും. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം മുഴുവൻ നമ്മളെ സഹായിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടേതായ ചില പിടിവാശികൾ കൊണ്ട്, ഞാനല്ലെങ്കിൽ വേറെ ആരും ചെയ്യേണ്ട എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇനിയിപ്പോൾ ശരിയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തിയാലും ആ ശരി അനുവദിച്ചു തരാൻ ഇനി ഭരണസമിതി തയ്യാറാകുന്നില്ല എന്ന് വളരെ മനോഹരമായി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വിളിച്ചിരിക്കുന്നത്. കൈയടിക്കണടാ മക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ നാടിന് വേണ്ടതെന്ന് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടില് വികസനം എന്ന് പറയുന്ന ഒരു കാര്യം വരണമെങ്കിൽ അത് പാർട്ടി ഭേദമന്യേ ഒത്തൊരുമിച്ച് രാഷ്ട്രീയ നേതാക്കൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. അധികാരത്തിൽ നിലവിലിരിക്കുന്നവർ ഒരുമിച്ച് ഇറങ്ങിയാൽ മാത്രമേ അത് നടക്കത്തുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ അവൻ വേറെ പാർട്ടി ഞാൻ വേറെ പാർട്ടി എന്നുള്ള വേർതിരിവ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള വികസനവും ഉണ്ടാവത്തില്ല എന്നുള്ളത് 100% സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് നിലവിൽ BJP ആണ്. സംസ്ഥാനത്ത് ഭരണത്തിലിരിക്കുന്നത് UDF സർക്കാരാണ്. മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും അതോടൊപ്പം തന്നെ മേയറായിട്ടുള്ള VV രാജേഷും. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കയ്യടി അർഹിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എന്ന് പറയുന്നത് വികസനത്തിന്റെ കാര്യത്തിൽ എന്തിനും ഏതിനും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ടാകുമെന്ന് തിരുവനന്തപുരം മേയർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ. ഇതാണ് വേണ്ടത്. ഇതിനാണ് ശരിക്കും പറഞ്ഞാൽ കയ്യടി കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം പാർട്ടിയല്ല നോക്കേണ്ടത്, നമ്മുടെ നാടിന്റെ വികസനമാണ് നോക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തന്നെ ആവണം മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ തീർച്ചയായിട്ടും മേയർക്ക് എല്ലാ വിധത്തിലുമുള്ള ഉറപ്പ് കൊടുത്തിരിക്കുന്നത് കൂടെ ഉണ്ടാകുമെന്നത്. അതായത് സംസ്ഥാന സർക്കാർ, അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ, കേന്ദ്ര സർക്കാർ 3 പേരും കൂടെ ഒരുമിച്ച് നമ്മുടെ തലസ്ഥാനത്ത് വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് തലസ്ഥാനത്ത് മാത്രമല്ല, കേരളം ഒട്ടാകെ പാർട്ടി നോക്കാതെ നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ നാടിന്റെ നേട്ടത്തിനായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ VV രാജേഷ്, അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ ഈ എടുത്തിരിക്കുന്ന തീരുമാനം എന്തുകൊണ്ടും നമ്മുടെ നാടിനും നമ്മുടെ ജനങ്ങൾക്കും നല്ലതിന് വേണ്ടിയിട്ടാവട്ടെ. ഇതിൽ ഇനിയിപ്പോ ക്രിമികടി കൊണ്ട് മേയറെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെയും കുറ്റം പറയാൻ വരുന്നവര് ശരിക്കും പറഞ്ഞാൽ മാറിയിരുന്ന് കരഞ്ഞോളൂ എന്ന് മാത്രമേ പറയാവുള്ളൂ. കാരണം നാടിന് വികസനം ഉണ്ടാവണമെങ്കിൽ, നാടിന് നേട്ടം ഉണ്ടാവണമെങ്കിൽ പാർട്ടി നോക്കിയല്ല കൂടെ നിൽക്കേണ്ടതും അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നാടിന് വികസനം കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ആ ഒരു ആഗ്രഹം മുഖ്യമന്ത്രിക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി നോക്കാതെ തന്നെ മേയറോടൊപ്പം നിൽക്കും എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇപ്പോൾ VD സതീശിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു തീരുമാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മേയർക്ക് കൊടുത്തിരിക്കുന്ന ഈ ഒരു വാക്കെന്ന് പറയുന്നത്.